മൈലപ്ര എൻ്റെ ജീവിതത്തിലെ മറക്കാനാവാത്ത വാക്കാണ്. എൻ്റെ ഫാദർ ഇവിടെ 3 കൊല്ലം ഹെഡ് മാസ്റ്ററായിരുന്നു. 1971 എനിക്ക് 16 വയസ്സുള്ളപ്പോഴാണ് ഹാർട്ട് അറ്റാക്കായിട്ട് അച്ഛൻ മരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ദേശം എന്നോട് വളരെ അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുന്ന ദേശമാണ്. ഈ ദേശത്തെ പുരാതനമായ ക്ഷേത്രം അത് ഈ ഉന്നതിയിലെത്തി നിൽക്കുന്നത് നമുക്ക് സന്തോഷം നൽകുന്ന ഒന്നാണ്. മൈലപ്ര ദേശം ഉണ്ടാകുന്നത് പ്രത്യേകമായ ഒരു ചരിത്ര പശ്ചാത്തലത്തിലാണ്. തമിഴ് സംഘകാല കൃതികളുമായി ബന്ധപ്പെട്ട് ഈ ദേശം വളരെ ഉന്നതിയിലേക്ക് പ്രവഹിക്കുകയായി. ആ സമയത്ത് ഓരോ ദേശത്തിനും അതിൻ്റെതായ പ്രത്യേകത ഉണ്ടായിരുന്നു. ഈ സ്ഥലം പുൽമേടുകളും വയലുകളും നിറഞ്ഞൊരു സ്ഥലമായി. വയലിനെയും പുൽമേടിനെയും തമിഴ് ഭാഷയെ പറയുന്നത് മൈല. കിഴക്കെന്നുള്ള വാക്ക് പ്രാക്ക്, മൈലപ്രാക്ക്, കിഴക്ക് വശത്തുള്ള വയൽ എന്നാണ് ഈ സ്ഥലത്തിൻ്റെ അർത്ഥം. ഓരോ ദേശത്തിൻ്റെയും അതിൻ്റെ ഭൂമിശാസ്ത്രം അനുസരിച്ച് പേരിട്ടു. കൈപ്പട്ടു നക്കത്തുള്ള നെരിയാപുരം എന്ന സ്ഥലം, അവിടെ നിന്നാണ് ഈ നേരിതൊക്കെ വാങ്ങിച്ചുകൊണ്ട് ഇവർ മടങ്ങിപ്പോവുകയാണ്. ആ ദേശത്തിൻ്റെ ചരിത്രം മുഴുവൻ ആ സംഘകാല കൃതിയിൽ 10 കൃത്യമായി വിവരിച്ചിട്ടുണ്ട്. ആ കാലഘട്ടത്തിലാണ് മഹാനായ ഒരു രാജാവ് ഈ സ്ഥലത്ത് വരുന്നത്. അത് കൊടുമണ്ണിലെ ശക്തിഭദ്ര ചക്രവർത്തിയാണ്, രാജാവാണ്. ആ ശക്തിഭദ്ര ചക്രവർത്തിയാണ് കാളിദാസ കൃതികളോട് കിടപിടിക്കുന്ന ഏക സംസ്കൃത കാവ്യം തെക്കേന്ത്യയിൽ എഴുതിയത്. അതാണ് ആശ്ചര്യചൂടാമണി. രാമായണ കഥയെ 7 ആശ്ചര്യങ്ങളായി വ്യാഖ്യാനിച്ചുകൊണ്ട് 7 സർഗങ്ങളായിട്ടാണ് ആശ്ചര്യചൂടാമണി എഴുതുന്നത്. ഈ കൊടുമൺ ശക്തിപുത്രൻ തൻ്റെ കൊളക്കട കോവിലകത്തിൽ കൊണ്ടാരത്തിൽ പോയി ലയിക്കാനുണ്ടായത്. ഈ ഡെവലപ്മെൻറ്റിൻ്റെ കാലം കഴിഞ്ഞതോടുകൂടി ഇവിടെ വളരെ വലുതായ യുദ്ധങ്ങളൊക്കെ ഉണ്ടായി.